സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എന്തുമാകട്ടെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളത്, ഇപ്പോൾ USA-യും ഓസ്ട്രേലിയയും ഇന്ത്യൻ സ്പൈസസിനെ കുറിച്ച്, അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന മസാലപ്പൊടികളെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്ന ഒരു ലാബ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം തുടങ്ങിയിട്ട് 2 രാജ്യങ്ങൾ, ഇപ്പോൾ മൂന്നാമതായിട്ട് ന്യൂസിലാൻഡും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ വേൾഡ് വൈഡായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള മസാല ഇറക്കുമതി മറ്റു രാജ്യങ്ങൾ നിർത്തലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്പൈസസ് എക്സ്പോർട്ടേഴ്സിന് വലിയൊരു തിരിച്ചടിയായിരിക്കും. വലിയ തോതിലുള്ള മാരക വിഷാംശമാണ് ഈ മസാലപ്പൊടികളിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ഇന്ത്യൻ വ്യക്തി തന്നെയാണ്, ജർമ്മനിയിലുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഭയങ്കര ശക്തമായ രീതിയിലുള്ള 70 ഇരട്ടിയാണ്, അനുവദിക്കപ്പെട്ടതിൽ നിന്നും 70 ഇരട്ടിയാണ് വിഷാംശം അതിനകത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി NCCയുടെ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 25% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. PVR ഐനോക്സ് അവരുടെ ഹിന്ദി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സിനിമകൾ വമ്പൻ ഫ്ലോപ്പായതിനെ തുടർന്ന് അവർ സൗത്ത് ഇന്ത്യൻ സിനിമകളിലേക്കും ക്രിക്കറ്റിലേക്കും ശ്രദ്ധ തിരിക്കുകയാണ്. ബർജർ പെയിൻസിൻ്റെ നെറ്റ് Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 20% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 രൂപ 50 പൈസയുടെ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിക്സൺ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 20%, 20.6% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. സിപ്ല ഇന്ന് 3.5% ഒരു റാലി നൽകി. Q4 Q4 ഇന്ന് സിപ്ലയുടെ സ്റ്റോക്ക് കയറി പോകാൻ കാര്യം ബ്ലോക്ക് ഡീൽസാണ് പ്രധാനമായിട്ടും. 3 ബ്ലോക്ക് ഡീൽസിലൂടെയാണ് ഈ 3.5% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവർ ഫിനാൻസ് കോർപ്പറേഷൻസിൻ്റെ സ്റ്റോക്ക് ഇന്ന് 3.8% റാലി രേഖപ്പെടുത്തി. Q4 18% ലാഭവർധനവ് രേഖപ്പെടുത്തിയതിൻ്റെ പിന്നാലെയാണിത്. LIC ഇന്ന് 6% വർധനവ് രേഖപ്പെടുത്തി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം LICയുടെ ഷെയർ ഹോൾഡിങ്ങിൽ 10% നിർബന്ധമായിട്ടും പബ്ലിക്കിന് ഉണ്ടായിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. എല്ലാ പബ്ലിക് ലിസ്റ്റ് കമ്പനിയുടെ ഉണ്ട്. പക്ഷേ LICക്ക് അതിന് 3 വർഷത്തെ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. 3 വർഷം കൊണ്ട് അത് നേടിയെടുത്താൽ മതി എന്ന ഒരു ഇളവ് സെബി കൊടുത്തതിൻ്റെ പിന്നാലെ LICയുടെ സ്റ്റോക്ക് ഇന്ന് 6% വർധന രേഖപ്പെടുത്തി. സീമെൻസ് 6.4% വർധനവ് രേഖപ്പെടുത്തി. ഒപ്പം 50 വീക്സ് ഹൈയിലും എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ Q4 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണിത്. RT ഇൻഡസ്ട്രീസ് ഇന്ന് 4.8% ഒരു ഫോള് രേഖപ്പെടുത്തി. അത് മറ്റൊന്നുമല്ല, അത് സ്റ്റോക്ക് മോശമായതുകൊണ്ടല്ല. ഈ അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ബ്രോക്കറേജ് കമ്പനി UBS ഈ സ്റ്റോക്ക് ഒരു സെൽ കോള് കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കോൾഗേറ്റ് പാമൊലിവ് ഇന്ന് 5% ഫോള് രേഖപ്പെടുത്തി. Q4 റിസൾട്ട് നല്ല സ്ട്രോങ് റിസൾട്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇന്ന് 5% വീണിരിക്കുന്നത്. ആന്ധ്ര പേപ്പർ 2.4% സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോയി. Q4 റിസൾട്ട് മോശമായതിനെ തുടർന്നാണിത്. ജ്യോതി ലാബ്സ് ഇന്ന് 3.8% ഒരു ഫോളാണ് രേഖപ്പെടുത്തിയത്. അതിൻ്റെ Q4 റിസൾട്ടിൽ 32% ലാഭവർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂടി സ്റ്റോക്ക് പ്രൈസ് താഴോട്ടാണ് പോയത്. ഒബ്രോയ് റിയാലിറ്റി സ്റ്റോക്ക് ഇന്ന് ഒരു റെക്കോർഡ് ഹൈയിലേക്ക് പോയി. Q4 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോയിരിക്കുന്നത്. എമാൻഡം ഒരു റെക്കോർഡ് ഹൈയിൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് എമാൻഡമിൻ്റെ റിസൾട്ട് വരുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നല്ലൊരു റാലിയാണ് എമാൻഡം കൊടുത്തിരിക്കുന്നത്. ദെൻ PFC ഞാൻ ഓൾറെഡി വായിച്ചു. PFC നെറ്റ് പ്രോഫിറ്റ് 18%. US മാർക്കറ്റ്സ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഫ്രഷ് ഹൈയിലേക്കാണ്. PPI ഡാറ്റയും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിനെ അനുകൂലമായി ബാധിച്ചിരിക്കുന്നത്. ഇനി രാവിലെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്, ഇന്ത്യ ഒരു ചൈനയുടെ ഒരു ഡംപിങ് യാർഡായി മാറാൻ പോകുന്നു എന്നുള്ള. അത് ഇപ്പോൾ അതിന് ലേറ്റസ്റ്റ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം മറ്റ് രാജ്യങ്ങൾ ചൈനീസ് ഗുഡ്സിന് ഭയങ്കര ഉയർന്ന നികുതിയാണ് ഏർപ്പെടുത്തുന്നത്. അതോടുകൂടി ആ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയും അതുവഴി. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൈനയിലുള്ള
ഏറ്റവും കൂടുതൽ ടോയ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലേക്കാണ് ഏറ്റവും കൂടുതൽ കയറ്റി വിടുന്നത്. ഒരു പരിധിവരെ ഇന്ത്യയിലുള്ള ഗോഡൗണുകളിൽ ഇത് നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ടാക്സിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഉള്ള എല്ലാ അവൈലബിൾ വെയർഹൗസുകളിൽ ചൈനീസ് ചരക്കുകൾ ഇങ്ങനെ നിറച്ച് വയ്ക്കുന്നത്. എന്തായാലും ഇൻ്റർനാഷണൽ മീഡിയാസ് ഇത് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ സിപ്ല പ്രൊമോട്ടർ 2.53% ഓഹരികൾ വിറ്റൊഴിവാക്കുകയാണ്. ദെൻ DHFL ഡയറക്ടർ ധീരജ് വാധാവൻ, അദ്ദേഹത്തെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 34,000 കോടിയുടെ ബാങ്ക് ഫ്രോഡ് കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സരോദയിൽ പുതിയ ഒരു സ്റ്റോക്കിൻ്റെ നോട്ട്സ് എന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ഞാൻ രാവിലെ ഇത് വായിച്ചതാണ്, സോ നിങ്ങളൊക്കെ അത് പരീക്ഷിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ദെൻ ഭാരതി എയർടെൽ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 31% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും 8 രൂപ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീ സിമെൻറ്റ് Q4 റിസൾട്ടിൽ 28% ലാഭവർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 55 രൂപയാണ് ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. BASF ഇന്ത്യ Q4 നെറ്റ് പ്രോഫിറ്റ് 96% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സീമെൻസിൻ്റെ Q4 റിസൾട്ടിൽ 70% വർധനവാണ് ലാഭവർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫോറിൻ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഒന്നുകിൽ അവരുടെ ലാഭം എടുത്ത് അവരുടെ നിക്ഷേപം ഇന്ത്യയിൽ നിന്നും പിന്മാറുകയാണ്, അല്ലെങ്കിൽ അവരുടെ പൊസിഷനെ അവർ ഹെഡ്ജ് ചെയ്തിട്ട് വളരെ സുരക്ഷിതമാക്കുകയാണ്. പ്രതീക്ഷിക്കുന്ന എല്ലാ അനലിസ്റ്റുകളും പ്രതീക്ഷിക്കുന്ന ഇലക്ഷൻ്റെ ഈ ഒരു ചാഞ്ചാട്ടത്തിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ ഇന്ത്യയിലേക്ക് പണം പമ്പ് ചെയ്യും എന്ന് തന്നെയാണ്. എന്തായാലും ഇത് വളരെ നെഗറ്റീവായ ഒരു കാര്യമാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല, അവരുടെ എൻറ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു വൈകുന്നേരത്തേക്കുള്ള ന്യൂസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് കറൻ്റ്ലി FTSE 7 പോയിന്റ് ഗ്രീനിലാണ്, CAC 22 പോയിന്റ് റെഡിലാണ്, ആൻഡ് ദെൻ DAX 70 പോയിന്റ് ഗ്രീനിലാണ്. ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,331 71 പോയിന്റിൻ്റെ ഒരു ലാഭമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിക്കി ആണെങ്കിൽ 29 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ ഹാങ് സെങ് 41 പോയിന്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയിൽ നിന്ന് അതേപോലെ ചൈനയുടെ പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഭയങ്കര പ്രത്യാഘാതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് റെഡിയായിട്ടുള്ള വീടുകളും ഫ്ലാറ്റുകളും ഗവൺമെൻറ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് ബിൽഡേഴ്സിൽ നിന്നും. കാരണം അത്രയും വലിയൊരു പ്രോപ്പർട്ടി ക്രൈസിസിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വാങ്ങാൻ ആളില്ലാതെ അമിതമായ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടിരിക്കുകയാണ്. വളരെ ചെറിയ വിലക്ക് വീടുകളും കെട്ടിടങ്ങളും ലഭ്യമാണ് എന്ന ഒരു അവസ്ഥ വെച്ച് അവിടുത്തെ ഗവൺമെൻറ് ഇടപെട്ട് ആ കെട്ടിടങ്ങളെല്ലാം വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അത് ചൈനയുടെ കാര്യം, നമുക്കതിനെക്കുറിച്ച് വറിയിടാവേണ്ടതില്ല. എങ്കിലും ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 38 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ 146 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് കൊടുത്തത്. 22,256 ഓപ്പണായിട്ട് 55 പോയിന്റ് നഷ്ടത്തിൽ 22,201 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയിൽ കാണുന്നത്. നിഫ്റ്റി 50-ലുള്ള 50 സ്റ്റോക്കുകളിൽ 17 സ്റ്റോക്കുകൾ ലാഭത്തിലും 32 സ്റ്റോക്കുകൾ നഷ്ടത്തിൽ അവസാനിച്ച് ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഈവനായിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ കോൾ ഇന്ത്യ, സിപ്ല, BPCL, ഭാരതി എയർടെൽ ഇത്രയും സ്റ്റോക്കുകൾ നല്ല രീതിയിൽ നിഫ്റ്റി 50-ൽ ഗ്രോത്ത് രേഖപ്പെടുത്തിയപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ഏഷ്യൻ പെയിൻറ്റ്, ഏഷ്യർ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ നല്ല രീതിയിൽ നെഗറ്റീവ് മൂവ്മെൻറ്റും നിഫ്റ്റിയിൽ രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5 ട്രേഡിംഗ് ഡേയ്സിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 361 പോയിന്റിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയത്ത് മെയ് മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1.63% അഥവാ 367 പോയിന്റിൻ്റെ ഒരു നഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 0.35% വർദ്ധിച്ചിട്ട് 20.27 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇന്ന് നോർമൽ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയാനുള്ള. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 47,923 ഓപ്പണായിട്ട് 235 പോയിന്റ് നഷ്ടത്തിൽ 47,687 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,281 ഓപ്പണായിട്ട് 95 പോയിന്റ് നഷ്ടത്തിൽ 21,186 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 73,200 ഓപ്പണായിട്ട് 213 പോയിന്റ് നഷ്ടത്തിൽ 72,987 ക്ലോസ് ചെയ്തു.
ദെൻ മിഡ് ക്യാപ്പ് 11,167 ഓപ്പണായിട്ട് അതേ സ്ഥലത്ത് തന്നെ 11,167 ഒരു ഡോജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $77.49 ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് റേറ്റ് $2,363 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 83.49 ഒരു US$ന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 11,412 കോടിയുടെ ബൈങ്ങും 14,244 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,832 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 12,915 കോടിയുടെ ബൈങ്ങും 9,126 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,788 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 955 കോടി രൂപ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ മാർക്കറ്റിലെത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുന്നതിൻ്റെ ഒരു 80-85% ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണം പമ്പ് ചെയ്ത് മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 36,372 കോടിയുടെ സെല്ലിംഗ് നടത്തി. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 30,288 കോടിയുടെ ബൈങ്ങും ചെയ്തിട്ടുണ്ട്. അതുവഴി 6,083 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഈ മാസം മെയ് മാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 1.42% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി PSU ബാങ്ക്, റിയാലിറ്റി, മെറ്റൽ, ഫാർമ ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ള. ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ്. ഇനി ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് 0.87% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ഗോൾഡ് ബീസ്, ഫാർമ ബീസ്, ITBC ഈ 3 ETF മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ കോൾ ഇന്ത്യ ഇന്ന് 4.19% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ICIC പ്രൂലി 2.82% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. കോൾ ഇന്ത്യ, PFC, സിപ്ല, BPCL, കുമിൻസ് ഇന്ത്യ, ഹിന്ദ് പെട്രോ, ഭാരതി എയർടെൽ, HDFC AMC, ജിന്ദാൽ സ്റ്റീൽ, പവർ ഗ്രിഡ്, NTPC, M&M ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ICIC പ്രൂലി, AU ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ഏഷ്യൻ പെയിന്റ്സ്, ഏഷ്യർ മോട്ടോഴ്സ്, ചോല ഫിനാൻസ്, ICIC GI, TVS മോട്ടോഴ്സ്, ബ്രിട്ടാനിയ, അശോക് ലേലാൻഡ്, ടാറ്റ കൺസ്യൂമർ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,338 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 915 സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചു. നിഫ്റ്റിയുടെ PCR 0.74 ആയി വന്നിട്ടുണ്ട്. എന്തായാലും ബെയറിഷ് മൂവ്മെന്റ് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 22,201 മാർക്കറ്റ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 80 പോയിന്റ് മുകളിലായിട്ട് 22,280 ഇന്ന് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് 22,500 1 കോടി 18 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 22,000 91 ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 22,000 ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.61 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 47,687 സ്പോട്ട് പ്രൈസ് അവസാനിച്ച് അവിടെ നിന്ന് 223 പോയിന്റ് മുകളിലായിട്ട് 47,910 മാർക്കറ്റ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് 48,000 25 ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെയാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത്. 48,000 15 ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത്. ദെൻ നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ബയോകോൺ, ക്ലർക്ക് സർവീസസ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഓൾ കാർഗോ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഗെയിൽ, ഇൻഫോ എഡ്ജ് ഇന്ത്യ ഇത്രയും കമ്പനികൾ. ഇതിൽ കൂടുതൽ ഒത്തിരി കമ്പനികളുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ US മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ, USA ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, USA ബിൽഡിംഗ് പെർമിറ്റ്സ്, USA എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഡാറ്റ, USA ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, ഇറ്റലി ഇൻഫ്ലേഷൻ റേറ്റ്, ദെൻ ജപ്പാൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഇനി ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 26 ട്രേഡിൽ നിന്നും 1:1.14 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 0.41% അഥവാ 2,476 രൂപയുടെ പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് ജസ്റ്റ് ബ്രേക്ക് ഈവനായി 25 രൂപ ലോസാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 641 രൂപ ലോസാണ്. ഫിൻ നിഫ്റ്റിയിൽ 3.3% ക്ലിയർലി ലോസ് വന്നിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 8% പ്രോഫിറ്റാണ്. സെൻസെക്സിൽ 1.37% ലോസാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 7% പ്രോഫിറ്റാണ്.
ഈ മാസത്തിലെ മൊത്തം നോക്കുകയാണെങ്കിൽ 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 30.52% പ്രോഫിറ്റാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 245 ട്രേഡിൽ നിന്നും 1:2.18 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഈ പ്രോഫിറ്റിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഞാൻ ഘോരഘോരം പ്രസംഗിച്ചതിന് മാത്രം വലിയൊരു സംഭവങ്ങളൊന്നും ഇവിടെ കണ്ടില്ല. യെസ്റ്റർഡേ ഹൈയിൽ മാർക്കറ്റ് ഓപ്പൺ ആയി, ദെൻ CPR നോട്രേറ്റ് സോൺ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയിട്ട് ഇന്ന് ഞാൻ ഈ ഒരു ലെവലിൽ ഞാനൊരു കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതായത് 47,600 642 റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തു. മാർക്കറ്റ് പിന്നെ എങ്ങോട്ടും പോയില്ല, അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ കത്തിക്കൽ അവിടെ കഴിഞ്ഞു എന്ന് പറയാം. ദെൻ ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ കൂടി ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇന്നത്തെ ക്ലോസിങ് വന്നിട്ടുള്ളത്. മാർക്കറ്റ് തിരിച്ച് സെൻട്രൽ CPRനെ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അതേപോലെ ഈ മാസത്തെ ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ലെവലിൽ പോയി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ടും കയറിയിട്ടുണ്ട്. സെൻസെക്സിൽ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഈ മാസത്തെ ലോ വരും എന്ന് പ്രതീക്ഷിച്ചതിൻ്റെ മുകളിലാണ് ഇന്ന് ക്ലോസിങ് തന്നിട്ടുള്ളത്. മിഡ് ക്യാപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോജി അത് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ നാളെ അറിയാൻ പറ്റും എന്താണ് എന്നുള്ളത്. നാളെ വ്യാഴാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ദെൻ ഫിനാൻസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് 2 ദിവസത്തെ ഹൈ വന്നിട്ട് ഇന്ന് അതിനെ എൻഗൾഫ് ചെയ്തിട്ട് ബെയറിഷ് എൻഗൾഫിംഗ് എന്നുള്ള ഒരു പാറ്റേണിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ താഴെ വലിയ വിക്ക് വന്നതുകൊണ്ട് തന്നെ താഴെ എവിടെയോ ഒരു സപ്പോർട്ട് കിട്ടി മാർക്കറ്റ് തിരിച്ച് പൊങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നാളത്തെ ഒരു ക്ലോസിംഗ് കൂടി നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ബാങ്ക് എക്സോ അതേപോലെ തന്നെയാണ്. ഇനി ഇവിടെ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ട് ക്ലിയർലി ബെയറിഷ് എൻഗൾഫിംഗ് ആണ്. ഇത് ഫർദർ ഫോളിന് തന്നെയാണ് അതിൽ സാധ്യത എന്ന് തോന്നുന്നു. അതല്ലാതെ ഒരുപാട് നാളത്തെ ക്ലോസിംഗ് നോക്കിയിട്ട് നമുക്ക് ഫൈനൽ ഉറപ്പിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ കേവലം 762 പേര് മാത്രമാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ എഫേർട്ടിന് അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, എത്രയും പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്. ഈ ചാനൽ ഇതുവരെയായിട്ട് 10,600 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രീ മാർക്കറ്റിൽ ഹീറോ മോട്ടോർ കോർപ്പറേഷനെ പറ്റി പറഞ്ഞു, അത് ബെനിഫിറ്റായി. തീർച്ചയായിട്ടും പ്രീ മാർക്കറ്റിൽ ഞാൻ പറയുന്ന ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഓരോ സ്റ്റോക്കുകളും നിങ്ങൾക്കുള്ള സൂചനകൾ തന്നെയാണ്. മേലിൽ ഒരു BSc യൂസ് 4-ൽ ഒരു BSc യൂസർ മൊബൈലാണ് ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്നത് എന്നുള്ള ന്യൂസ് മറ്റ് പല കാര്യങ്ങൾക്കും വളരെ വ്യക്തമായ തെളിവാണ്. നമ്മുടെ ഓർഡർ തീർച്ചയായിട്ടും നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അത് പബ്ലിക്കലി നമുക്ക് അവൈലബിൾ ആണ്. എല്ലാവർക്കും അത് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുമ്പോൾ അവർക്ക് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സാധിക്കുന്നത്. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ തുടങ്ങും യഥാർത്ഥ റിക്കവറി. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്ത് വയ്ക്കുന്ന ഓർഡേഴ്സ്, അതുപോലെ ഫേക്ക് ഓർഡേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഒരു 100 രൂപയുടെ പ്രൈസുള്ള ഒരു സാധനത്തിന് അതിൻ്റെ ലോവർ സർക്യൂട്ട് 80 രൂപയാണെങ്കിൽ 80 രൂപ 5 പൈസയിൽ ഒരു ഓർഡർ അവർ പ്ലേസ് ചെയ്ത് വയ്ക്കും. വെറുതെ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. അത് മാർക്കറ്റ് നോർമലി അവിടത്തേക്ക് എങ്ങനെയും എത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഓർഡർ ഫ്ലോ അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വലിയൊരു ചടങ്ങായിരിക്കും. കാരണം ബൈയിങ്ങോ സെല്ലിങ്ങോ ഹ്യൂജ് ക്വാണ്ടിറ്റി അവിടെ റിക്വസ്റ്റ് ബൈ ഓർഡർ ഇട്ടതായിട്ട് കാണും. പക്ഷേ അതൊരിക്കലും എക്സിക്യൂട്ട് ആവില്ല എന്ന് ഇരു കൂട്ടർക്കും അറിയാം. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കും എന്നിടത്താണ് ഓർഡർ ഫ്ലോ അനാലിസിസ് പരാജയപ്പെട്ടു പോകുന്നത്. ഓർഡർ ഫ്ലോ അനാലിസിസ് 2 വിധത്തിലുണ്ട്. ഒന്ന് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതുണ്ട്, അത് സാധാരണ ഏത് ഫിബനാച്ചിയുടെ മൂവിങ് ആവറേജ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയുണ്ടോ. അതല്ലാതെ ക്ലിയർലി ഓർഡർ ഫ്ലോ തന്നെ എടുത്തിട്ട് അത് അനലൈസ് ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഡാറ്റ വരുമ്പോൾ, റോങ് ഡാറ്റ വരുമ്പോൾ അവരുടെ അനാലിസിസ് തെറ്റിപ്പോകാറുണ്ട്. ദെൻ ഇവിടെ വേറെ കുറേ താങ്ക് യു മെസ്സേജും ഗുഡ് മോർണിംഗ് മെസ്സേജും ഈവനിങ് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതൊക്കെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്, സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോയ് ജോർജ്, ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലോസ് 10% ബിലോ ലാസ്റ്റ് ഡേ, പ്ലീസ് കമൻറ്റ് ഓൺ ദിസ്. റിയലി സോറി, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം ഞാനത് ഇപ്പോഴും ഈ മൊമെൻറ്റിൽ വായിക്കുമ്പോഴാണ് ഞാനത് എൻ്റെ ഒരു ഓർമ്മയിലേക്ക് വന്നത്. ഓപ്ഷൻ സെൽ ചെയ്ത് എക്സ്പയറി ഡേ ആണ് 0 ആയില്ല, അത് വിൽക്കാൻ മറന്നു. അങ്ങനെ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു തരൂ. ഇൻഡെക്സിലായാലും സ്റ്റോക്കിലായാലും ഓപ്ഷൻ സെല്ല് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ സെല്ല് ചെയ്തു, എക്സ്പയറി ആണ് 0 ആയില്ല. ഓക്കെ, 0 ആയില്ലെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്ത പ്രൈസിനേക്കാൾ, അതായത് ഇന്തമണി ആയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. സ്റ്റോക്കിൽ ഇന്തമണി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും സ്റ്റോക്ക് ഡെലിവറി ചെയ്യാൻ ബാധ്യസ്ഥനാണ്, നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇനി ഇൻഡെക്സിലാണെങ്കിൽ അത് ഇന്തമണി ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. നോർമലി സെല്ലേഴ്സ് ഔട്ട് ഓഫ് ദ മണി ആണ് സെല്ല് ചെയ്യാറില്ല. അങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഹ്യൂജ് ലോസും വന്നിട്ടുണ്ടാവും.
നിങ്ങൾ സെല്ല് ചെയ്തെടുത്തുനിന്ന് എക്സ്പയർ ആകുമ്പോൾ അതിൻ്റെ പ്രൈസ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്തൊരു ലോജിക്കുള്ളത്. നിങ്ങൾ 100 രൂപയ്ക്ക് സെല്ല് ചെയ്തു, എക്സ്പയർ ആകുമ്പം അത് എന്താ പറയുക 0 ആയില്ല, പക്ഷേ 10 രൂപയിലുണ്ടെങ്കിൽ അവിടെ 90 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റാണ്. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസിലാണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്തു, അത് ഇന്ത മണി ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്റ്റോക്കുകൾ അത്രയും ആ ക്വാണ്ടിറ്റി, ആ ലോട്ട് സൈസ് എത്രയാണോ നിങ്ങൾ സെല്ല് ചെയ്തത് അത്രയും സ്റ്റോക്കുകൾ ഡെലിവറി ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അത്ര തന്നെ ഉള്ളൂ അതിനകത്ത്. ദെൻ മലയാളം 6, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോ ശാരീരിക ബുദ്ധിമുട്ട് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ദയവ് ചെയ്ത് പെട്ടെന്ന് പോയി ഫുൾ ചെക്കപ്പ് ചെയ്യുക. ബ്രദർ, ഇവിടെ അതെൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന്, ഞാൻ ഇരിക്കുന്ന റൂമിനകത്ത് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഡാറ്റയൊക്കെ അവൈലബിൾ ആകുക. അപ്പോൾ ആ സമയത്താണ് ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഈ റെക്കോർഡിംഗ് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ കൂടി എൻ്റെ വീടിൻ്റെ താഴെ മുറ്റത്ത് കുട്ടികൾ ഓടിക്കളിക്കുന്ന ഭയങ്കര ഒച്ചപ്പാടുണ്ടാവും. അപ്പോൾ ഞാൻ വിൻഡോ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും, ഡോറും ക്ലോസ് ചെയ്യും. അതോടുകൂടി ഇതിനകത്ത് എയർ ടൈറ്റ് ആവും. പിന്നെ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫാനും അങ്ങനെ ശബ്ദം ഉണ്ടാകുന്ന എന്ത് സാധനം എല്ലാം ഓഫ് ചെയ്യും. ഇതോടുകൂടി എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടാൻ തുടങ്ങും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ് സംസാരിച്ച് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും ശരിക്കും എന്താ പറയുക, ബ്രീത്തിങ്ങിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഞാൻ ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് രണ്ടാമത്തേതിലേക്ക് പോകുമ്പോൾ ബ്രീത്ത് എടുക്കുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ വിൻഡോ തുറന്നിട്ടാണ് സംസാരിക്കുന്നത്, കുറേയും കൂടെ റിലാക്സ്ഡ് ആണ്. പക്ഷേ ഡോർ അടച്ചിട്ടുണ്ട്, പുറത്ത് മഴയുള്ളതുകൊണ്ട് എനിക്ക് വിൻഡോ ഫുള്ളായിട്ട് തുറന്ന് വയ്ക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു എയർ ടൈറ്റ് സിറ്റുവേഷനിൽ ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്ത് റിയലി സോറി അബൌട്ട് ഇറ്റ്. തീർച്ചയായിട്ടും ഞാൻ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞതാണ്. അപ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൺട്രോളിലാണ്, നോർമൽ ഇതിലാണ് ഉള്ളത്. വേറെ എനിക്ക് ആകെയുള്ള ഒരു പ്രശ്നം ഒബേസിറ്റിയാണ്. അത് വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ തടി കൂടുതലാണ് എന്നൊരു പ്രശ്നമുണ്ട്. അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ്. സോ എന്തായാലും അങ്ങനെ നിങ്ങൾക്കൊരു ഫീൽ ചെയ്തതിൽ റിയലി സോറി. ഞാൻ ഇനി അത് തീർച്ചയായിട്ടും ഇവിടെ നല്ല വെന്റിലേഷൻ ഉറപ്പാക്കാം. ജനലോ വാതിലോ ഏതെങ്കിലും തുറന്നിട്ട് ആവശ്യത്തിന് വായുസഞ്ചാരം ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു വീഡിയോയുടെ കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലത്തെ വീഡിയോ 557 പേരാണ് ഇത് കണ്ടിട്ടുള്ളത്. ദെൻ ഇതിനകത്ത് അലക്സ് പറഞ്ഞിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി ചാർട്ട് ലെവൽസ് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ നിഫ്റ്റി ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. ബ്രദർ അലക്സ്, ഇത് എല്ലാ ദിവസവും എക്സ്പയറി ഏതിൻ്റെയാണോ എക്സ്പയറി അതിനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ നാളെ ഉറപ്പായിട്ടും നിഫ്റ്റിയുടേതുണ്ടാവും, മറ്റന്നാൾ സെൻസെക്സ്, തിങ്കളാഴ്ചയാണെങ്കിൽ മിഡ് ക്യാപ്പ്, ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റി, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി, അങ്ങനെയാണ് അത് പോകുന്നത്. സോ നാളെ നിഫ്റ്റിയുടേതുണ്ടാവും. പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും നിഫ്റ്റിയുടെ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് രാവിലെ പറയണം എന്നുള്ളത്. പരമാവധി ഞാൻ ശ്രമിക്കാം. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. ഒത്തിരി പേര് അതിനെക്കുറിച്ചാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുള്ളത്. ദെൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് രതീഷ് NK, ഗുഡ് മോർണിംഗ്. ഇലക്ഷൻ കഴിഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടും എന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴേ പെട്രോളിയം കമ്പനി സ്റ്റോക്ക് വാങ്ങി വയ്ക്കുന്നത് നല്ലതാണോ? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ന്യൂസ്, കൺഫേംഡ് ന്യൂസ് ഉണ്ടെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇലക്ഷൻ്റെ സമയത്ത് എന്തായാലും ഒരു ഫോൾ, എല്ലാ സ്റ്റോക്കിലും ഒരു ഇടിവ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സമയത്തേക്ക് ഇപ്പോൾ കുറച്ച് ബൈ ചെയ്യുക, എന്നിട്ട് ആ സമയത്തേക്ക് അത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ആ സമയത്തേക്ക് ആവറേജ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു നല്ല തീരുമാനമായിരിക്കും. പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടും എന്ന കാര്യത്തിൽ എനിക്ക് കൺഫർമേഷനൊന്നുമില്ല. സോ അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉറപ്പാക്കുക, അങ്ങനെ വില കൂടും എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം. നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ എഴുതാൻ മറക്കരുത്. സോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.